ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യാണ്. മോനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെടണം, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ മോൻ്റെ പേരെന്താണ്? വൈശാഖ് അല്ലേ? എത്രയല്ല പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ. അപ്പം എന്താ ചെയ്യുന്നത്? ഈ വീട്ടിൽ തന്നെ ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പാണ്. അതിൽ കമ്പോസിങ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് ഷോർട്ട് ഫിലിം, അതുപോലെ അൺപ്ലഗ് സോങ്സ്, ഇത്തരം ചെറിയ ചെറിയ പ്രോജക്റ്റുകളായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. ഇതിൻ്റെ അടുത്തൊരു ഫിലിമിന് നമ്മൾക്ക് ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടായി. സൗണ്ട് എഫക്ട്സ് BGM സൺ ഓഫ് അലിബാബ 41 വന്നത്. അത് റിലീസായി കഴിഞ്ഞ മാർച്ചിൽ റിലീസായി. തിയേറ്ററിൽ റിലീസായിരുന്നു. പിന്നെ OTT-യിലേക്ക് ഒരു സെയിൽ ചെയ്ത് ഇപ്പോൾ OTT-യിലുണ്ട് ഓടുന്നു. അങ്ങനെ അത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി സിനിമയിലെ. നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഈ കീബോർഡ് വായിക്കാൻ ഭയങ്കര, നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ഇതിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞത്. അതെ അതെ അതെ. അത് കീബോർഡൊക്കെ നന്നായി വായിക്കണ്ടല്ലോ. അച്ഛനെ കണ്ട് പഠിക്കുന്നതാണല്ലേ? അവന് ചെറുപ്പത്തിൽ ഗ്രാസ്പിംഗ് പവർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതൊരു സൈഡിൽ ഇലക്ട്രിക്കൽ വർക്കായിരുന്നു ഇനിഷ്യലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കലാപരമായിട്ട് സെക്കൻഡറിയാണ് പോയിക്കൊണ്ടിരുന്നത്. കൊറോണയും സംഭവങ്ങളും വന്നതിന് ശേഷം എല്ലാ വർക്കുകളും കമ്പനി ലോക്കും കാര്യങ്ങളൊക്കെ ആയി, ജോലിയില്ലാതെ ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഫുള്ള് കലയുമായി ബന്ധപ്പെട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഉപജീവനമാർഗം കലയും മാറി. അപ്പോൾ ഇവന് ചെറുപ്പത്തിൽ തന്നെ ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വർക്കുകളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ വായിക്കുന്ന നോട്ടുകളൊക്കെ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂടുതൽ ഇൻട്രസ്റ്റഡായി. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ബേസിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷെ ബേസിക്കിനോടൊന്നും അധികം ശ്രദ്ധ ഇല്ല. സിനിമ സോങ്സ് എൻ്റർടൈൻമെൻറ്റ് അതാണ് ഫുള്ളി ലക്ഷ്യം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അത് വായിക്കുക, എൻജോയ് ചെയ്യുക. സ്വന്തം അച്ഛനായതുകൊണ്ട് പഠിപ്പിച്ചാൽ തന്നെ അവന് അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
ഏകദേശം എവിടെ സ്ഥലം? സ്വന്തം സ്ഥലം ദേശമംഗലാണ്. ഇപ്പോൾ നമ്മളുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇവിടെയാണ് നമ്മളുടെ വർക്കുകൾ. ഇവിടെ ഇരിങ്ങപ്പുറം, അതായത് ഗുരുവായൂരിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ചൊവ്വല്ലൂർ. ഇവിടെ തന്നെയാണ് സ്റ്റുഡിയോ ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന സെറ്റപ്പ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ സൗണ്ട് എഡിറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ടെക്നോളജി അറിഞ്ഞുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതേമാതിരി എക്കണോമിക്കലും അന്വേഷിച്ച് വരുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ട്. അപ്പോൾ വർക്കുകളായിട്ട് അത്ര ആളുകൾക്ക് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തേടി വരുന്നു, നമ്മൾ ആ വർക്കുകൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. എത്ര വർഷമായി ഇപ്പോൾ ഏകദേശം? മ്യൂസിക് 2000-ലാണ് ആരംഭിച്ചത്. ചെന്നൈയിലായിരുന്നു. അവിടുന്ന് 2014-ലാണ് ഇങ്ങോട്ട് സെറ്റിലായത്. അപ്പോൾ അതുപോലെ സെക്കൻഡ് കീബോർഡ് സ്റ്റേജിങ് പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള സംഭവങ്ങളിലേക്ക്, ക്രിയേഷനിലേക്ക് പിന്നെ മാറുമായിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് അങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷമാണ് സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റികൾ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ കൊറോണയുടെ ഇതൊക്കെ വന്നപ്പോൾ ആളുകൾക്ക് ഈ എക്കണോമിക്കലി ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള കൂടുതൽ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അതിൽ കൂടുതൽ ഈ ക്ലയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ പോകുന്നു. ഷോർട്ട് ഫിലിംസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിൽ സൗണ്ട് എഫക്ട്സുകളും അതേപോലെ നമ്മൾ പാട്ടുകൾ കമ്പോസ് ചെയ്യുകയാണെങ്കിലും അത് പുതിയ ക്രിയേഷനിൽ ഓർക്കസ്ട്രേഷൻ ചെയ്യാം. അതൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായി. ഇവ ഒരു കൂസലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുമില്ല. അവൻ അത് ഒന്നും മൈൻഡേ ചെയ്യണില്ല. അവനൊക്കെ വിരലിങ്ങനൊക്കെ അനങ്ങുന്നുണ്ട് കറക്റ്റായിട്ട്. അസാധ്യം. ഞാനിതുവരെ ഇങ്ങനെ ഇത്രയും ഒരു പ്രായത്തിലുള്ള ആൾക്കാരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. എന്തായാലും ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ ഉൾപ്പെടുത്തിയതിന് വളരെ നന്ദിയുണ്ട്.